കേരളത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ വേറെയും കുറേ അക്കാദമികളുണ്ട്. അതിൽ ഏതൊക്കെ അക്കാദമികളിലാണ് സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ട് കാലാവധി കഴിഞ്ഞ ഉടനെ ചെയർമാൻമാരെ മാറ്റിയിട്ടുള്ളത്? അത് നിങ്ങൾ ചോദിക്കണ്ടേ? ചലച്ചിത്ര അക്കാദമിയിൽ മാത്രമാണോ ഈ ഒരു സ്വാഭാവിക നടപടി? സംഗീത അക്കാദമിയുടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി? സാഹിത്യ അക്കാദമിയുടെ കഴിഞ്ഞിട്ട് എത്രയായി? മറ്റിതര അക്കാദമികളിൽ ഇതര സാംസ്കാരിക സ്ഥാപനങ്ങൾ അവിടെയൊക്കെ ഇതേപടി തുടരുമ്പോൾ ഭാരത് ഭവൻ ഇപ്പൊ എത്ര കാലമായി തുടരുന്നു? അപ്പോൾ അവിടെയൊക്കെ ഒരു വലിയ മാറ്റം വന്നോ? സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആദ്യം മുതൽ കൂടെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാൾ ആ ഒരു 1-ാം തീയതി പ്രഖ്യാപിക്കാനിരിക്കുന്നു. തലേ ദിവസം അറിയുന്നു ചുമതലയിൽ നിന്ന് പ്രേംകുമാറിനെ മാറ്റി. എന്നിട്ട് ഈ 1-ാം തീയതി എന്നുള്ള ഡേറ്റ് മാറ്റിയിട്ട് 3-ാം തീയതിയിലേക്ക് തൃശ്ശൂരിലേക്ക് അത് മാറ്റുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ അത്? തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കാനിരുന്നത് മാറ്റി. അപ്പോൾ ഇതൊക്കെ ഒരു സ്വാഭാവികമായ നടപടി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മറ്റെല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളിലും ചില പുനഃസംഘടനകളൊക്കെ ഉണ്ടായോ എന്നെനിക്കറിയില്ല. പക്ഷെ ചെയർമാൻ സ്ഥാനത്ത് തൊട്ടു മുമ്പ് അക്കാദമിയിൽ തന്നെ ഇരുന്ന മുൻ എനിക്ക് തൊട്ടു മുമ്പിരുന്നല്ല, അതിനൊക്കെ മുമ്പിരുന്നത് എത്രയാണ് അവരുടെയൊക്കെ ഒരു കാലാവധിയായിരുന്നു നിങ്ങൾ തിരക്കണ്ടേ? വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് ഒരു 2.5 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് തന്നെ മാറ്റാമായിരുന്നല്ലോ ആ കാലാവധി പൂർത്തിയാക്കിയപ്പോൾ. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അത് ശ്രീമാൻ രഞ്ജിത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, അദ്ദേഹം പിന്നെ ആ പദവിയിൽ നിന്ന് മാറിയപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിരവധി പേർ ഈ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഒരു സമവായം പോലെ എന്നാൽ പിന്നെ പ്രേംകുമാർ തുടരട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. അത് ചെയർമാന്റെ ചുമതലയിൽ തുടരട്ടെ. അത് വെറുതെ അങ്ങ് തീരുമാനിച്ചതില്ല. അതുവരെയുള്ള വൈസ് ചെയർമാൻ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ മികവ് കൂടി പരിഗണിച്ചിട്ടാണ് ആ ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് 1 വർഷത്തോളം പ്രവർത്തനങ്ങൾ നടത്തി. കഴിഞ്ഞ 29ാമത് IFFK ഉൾപ്പെടെ സംസ്ഥാന ഫിലിം അവാർഡ് ഉൾപ്പെടെ ഏറ്റവും നന്നായി എന്നാണ് പൊതുസമൂഹവും മാധ്യമങ്ങളും സിനിമാ മേഖലയും ഒന്നടങ്കം എല്ലാവരും പറഞ്ഞത്. അതിനിടയ്ക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മുടെ സിനിമ അവാർഡിന്റെ നിർണ്ണയം നടക്കുന്നു. IFFKയുടെ 30ാമത്തെ എഡിഷന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. അക്കാദമിയുടെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ വളരെ തകൃതിയായിട്ട് നടക്കുന്നു. ചലച്ചിത്ര നയരൂപീകരണ സമിതി അംഗം കൂടിയായിട്ട് ഗവൺമെന്റിനെ നിയമിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, എല്ലാ സംഘടനകളുമായും എല്ലാ വ്യക്തികളുമായും എല്ലാം നേരിട്ട് ചർച്ച നടത്തിയ അതിനകത്ത് എനിക്ക് തോന്നുന്നു മറ്റാരെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ഇതിലും പങ്കെടുത്ത ആൾ ഞാനാണ്. ഈ ചലച്ചിത്ര മേഖലയിലെ ചലച്ചിത്ര പ്രവർത്തകരുടെ മുഴുവൻ പ്രശ്നങ്ങളും നേരിട്ട് കേട്ട ആളാണ് ഞാൻ. അവരെല്ലാം ഞാൻ കൂടി ഇരിക്കുമ്പോഴാണ് ഈ മുമ്പിൽ വന്നിരുന്ന എല്ലാവരുടെ പ്രശ്നങ്ങൾ, അതുപോലത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന നമ്മുടെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ മുതൽ പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ പ്രൊഡ്യൂസർമാർ വരെ, അത് സിനിമാ മേഖല മാത്രമല്ല, ടെലിവിഷൻ മേഖല, ഈ ചലച്ചിത്ര നയം ടെലിവിഷൻ മേഖലയും കൂടി അഡ്രസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ആ മേഖലയിലെ ഇവരെല്ലാം അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് നടക്കുന്നു. കോൺക്ലേവ്, ചരിത്രത്തിൽ ആദ്യമായി ഒരു വലിയ ഒരു ആഘോഷമായി ഗംഭീരമായി നടന്ന കോൺക്ലേവ് സാംസ്കാരിക വകുപ്പിന്റെ, അതിന്റെ ചുമതലയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം ഇങ്ങനെ ഒരു പാതി വഴിയിൽ നിൽക്കുമ്പോൾ ഈ സംസ്ഥാന അവാർഡ് നിർണ്ണയിക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസം അവാർഡ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്ന തീയതി പോലും അടുത്തൊരു 2 ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ട്, തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് അത് മാറ്റിവെച്ചിട്ട് മറ്റെന്ത് കാര്യമാണ് നിങ്ങൾ ചോദിക്കൂ? എന്ത് അടിയന്തര സാഹചര്യമാണ് ഈ തലേ ദിവസം ഒരു മുന്നറിയിപ്പുമില്ലാതെ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ നിമിഷം വരെ ഒരു മുന്നറിയിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ.